ഹലോ നമസ്കാരം, റോസൂസ് ടേസ്റ്റി ഹൗസിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി സ്രാവ് കറി, അതായത് വറുത്തരച്ച സ്രാവ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ സ്രാവിന് ചൊറകെന്നും പറയാറുണ്ട്. അപ്പം ഇംഗ്ലീഷിൽ ഷാർക്ക് എന്നാണ്, ഇത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം ഇത് സാധാരണ മുളകരച്ച് വെക്കാറുണ്ട്, അതേപോലെ തന്നെ വറുത്തരച്ചും വെക്കാറുണ്ട് ഞങ്ങൾ. അപ്പോൾ എനിക്ക് കൂടുതലും ഇത് വറുത്തരച്ച് വെക്കുന്ന കറിയാണ് കൂടുതലിഷ്ടം. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ചെറിയൊരു അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. 500 ഗ്രാം മീറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണിത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്ത് വയ്ക്കണം. തേങ്ങ വറുത്തതിന് ശേഷം അത് അരച്ചെടുക്കണം. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം ആദ്യം തന്നെ. അത് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് ചിരവിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 വലിയ വെളുത്തുള്ളി, അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി, അതും നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില, അതിനുശേഷം 1/4 ടീസ്പൂൺ മൊത്തം കുരുമുളക്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന് ഫ്ലേവർ നൽകുന്ന സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് വങ്ങി ഒരു കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഒരു ടേസ്റ്റ് വരത്തില്ല, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇത് കുറച്ച് സമയം എടുത്ത് ഇതേപോലെ കണ്ടോ, ഓരോരോ ഷെയ്ഡും നിങ്ങൾ കാണുന്നില്ലേ. ആദ്യം കുറച്ചൊന്ന് ഷെയ്ഡ് മാറി, ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കളറായിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് കളറ് നന്നായി വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു ഫ്രൈ, നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇപ്പോൾ ദാ കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കുന്നതാണ് നല്ലത്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി വന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി എപ്പോഴും മുളക് പൊടിയേക്കാൾ കുറഞ്ഞായിട്ട് വേണം നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ കുത്തുണ്ടാവും. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓൺ ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ നമ്മുടെ പൊടികൾ. ഞാനൊരു കാര്യം മറന്നുപോയി, മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട് ഇപ്പോഴാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലെയിം ലോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറണ വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ഇതൊന്ന് ആറിയതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇപ്പം മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ആദ്യം അരച്ചത്. 2-3 തവണ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചിട്ട് പിന്നീട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ചേർത്തിട്ടാണ് ബാക്കി ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിരിക്കണം. ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് വരത്തില്ല, ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാകും. അങ്ങനെ തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. നല്ല പേസ്റ്റായിട്ട് നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടണം, അപ്പോഴാണ് നമ്മുടെ കറിക്ക് രുചി ഉണ്ടാവുക. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം, ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു അരപ്പ് ആ ഒരു വെള്ളമായിട്ട് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 കഷ്ണം കുടംപുളിയാണിത്. അപ്പോൾ അതൊന്ന് കീറി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും മാത്രം ചേർത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി. കുറച്ച് ടൈം എടുത്ത് തിളച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിം ആക്കിയാൽ മതി. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴാണ് ആ ഒരു പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങി വരുന്നത്. അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ്.
ഈ സമയത്ത് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അല്പം ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇനി അടിക്കെങ്ങാനും പിടിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തോണം കേട്ടോ. ഇളക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പൂണിട്ടൊന്നും ഇളക്കാൻ പാടില്ല. ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. മീൻ വെന്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുറ്റിക്കേ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മൺചട്ടിയിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വറ്റും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചാറുള്ളപ്പോൾ തന്നെ ഇറക്കിയത്. അപ്പോൾ മൺചട്ടിയിൽ ഇരിക്കും തോറും നമ്മുടെ കറി വറ്റി വരും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ മാത്രമേ ചേർത്തിട്ടുള്ളൂ, രണ്ടാമത് താളിച്ചൊന്നും ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താളിച്ചൊഴിക്കാം കേട്ടോ, നിർബന്ധമില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.